നമസ്കാരം പ്രിയമുള്ളവരെ. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയെ തുടർന്ന് ഇന്നലെ രാത്രി 12 മണിക്ക് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ സംഭവവിഗതികൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു സമയം കിട്ടിയിരുന്നു. കാരണം ഈ ആദ്യത്തെ 2 അതിജീവിതമാർ പരാതി നൽകുന്നത് അത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. രണ്ടാമത്തെ അതിജീവിതയുടെ പരാതി അവർ മുഖ്യമന്ത്രിയെ കാണുന്നതും അതിനുശേഷം DGPയെ കാണുന്നതും നടപടിക്ക് ഉത്തരവിടുന്നതും ഒക്കെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ പാലക്കാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി പ്രചരണ രംഗത്തായിരുന്നു. വാർത്തകൾ ശ്രദ്ധിച്ചതിനെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പോലീസിലുള്ള ആരെങ്കിലും അദ്ദേഹത്തെ ഇൻഫോം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ നീണ്ട ദിവസങ്ങൾ അദ്ദേഹം ഒളിവിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടയുന്നതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനും കോടതിയെ സമീപിക്കുവാനും ഒക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ അടച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ അതിജീവിത ഓൺലൈൻ വഴിയാണ് പരാതി നൽകുന്നത്. വാർത്താമാധ്യമങ്ങളിലൊന്നും ഇത് ചർച്ചയാകുന്നില്ല. അത്രത്തോളം പോലീസ് രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിവരം കൈമാറുവാൻ സാധ്യതയുണ്ട് പോലീസിലെ ഒരു വിഭാഗം എന്ന് തന്നെ കരുതി ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യിപ്പിച്ചിരുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയും അറസ്റ്റ് ചെയ്യുക, കുറച്ചു ദിവസം ജയിലിൽ അടയ്ക്കുക എന്ന ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, ഇന്ന് അവധിയാണ്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിക്കുന്നതിനൊക്കെ തടസ്സങ്ങളുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെ വ്യക്തമായ ഒരു ഗെയിം പ്ലാനോട് കൂടി നടന്ന അറസ്റ്റാണ് എന്ന് വ്യക്തമാകുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 2 അതിജീവിതമാരുടെയും കേസുകൾ വ്യക്തമായി പഠിച്ച് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടുവാനുണ്ടായ പെട്ടുപോയ പഴുതുകൾ ഒക്കെയും അടച്ചുകൊണ്ട് ഹോംവർക്ക് ചെയ്ത് തയ്യാറാക്കിയ ഒരു പരാതി തന്നെയാണ് മൂന്നാമത്തെ അതിജീവിതയുടെ എന്ന കാര്യത്തിലും സംശയമില്ല. മാത്രമല്ല, ഇതിൽ സാമ്പത്തിക ചൂഷണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി എന്ന ഒരു ആരോപണം കൂടി അതിജീവിത ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 പരാതികളെ പോലെയല്ല ഈ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ തടവ് ശിക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെട്ടേക്കാം. മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഒരെണ്ണം കുറയുന്നതിനും സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ ആരോപണം ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഒരു തോത് കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നു. കാരണം ആദ്യം സംഭവിച്ചു പോയത് ഒരുപക്ഷെ സ്വാഭാവികമെന്ന് കരുതിയ ആളുകളൊക്കെ പിന്നെയും തുടരെ അദ്ദേഹത്തിന് മേൽ ആരോപണം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരിക്കുവാനും സാധ്യതയുണ്ട്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആരോപണത്തെക്കുറിച്ച് പറയുന്നത്, ഈ അതിജീവിത പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യത്തെ ദർശനത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലമായി പ്രാപിച്ചു എന്നാണ്. താൻ ഓവുലേഷൻ്റെ ടൈമിലാണ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേട്ടില്ല. താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭിണിയാകുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. നീ ഗർഭിണിയാകണം, നീ എൻ്റെ കുട്ടിയെ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. അതിനെ തുടർന്ന് താൻ ഗർഭിണിയായി എന്നാണ് ആ യുവതി പറയുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം ആ യുവതി പറയുന്ന കാര്യമുണ്ട്, താനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്നിച്ച് ഫ്ലാറ്റ് നോക്കുന്നതിന് വേണ്ടി ഒരു ബിൽഡറെ കാണുവാൻ പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് താമസിക്കാം, പാലക്കാട് ഏതെങ്കിലും ഫ്ലാറ്റ് എടുത്ത് എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒന്നിച്ചൊരു ബിൽഡറെ കാണുവാൻ പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ബൈ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് താൻ ഫ്ലാറ്റ് വാങ്ങുവാൻ സാമ്പത്തികമായി സഹായിച്ചു എന്നൊക്കെയാണ്. അതായത് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരാൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു മാനസികാവസ്ഥയെ എന്തു വിളിക്കണമെന്നറിയില്ല. കാരണം സാധാരണ ഒരു സ്ത്രീ തന്നെ മോശമായി നോക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്ന ഒരാളുടെ സാന്നിധ്യം പോലും പിന്നെ ഇഷ്ടപ്പെടില്ല. അയാളുടെ ഒരു വാക്ക് കൊണ്ടോ നോക്കുകൊണ്ടോ അയാളുടെ അടുത്ത് പോലും പോകാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വൈരുദ്ധ്യം തോന്നും. കാരണം നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണല്ലോ. പിന്നീടും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് താൻ ക്രീം വാങ്ങിച്ചു കൊടുത്തു, എക്സ്പെൻസീവായ പെർഫ്യൂം വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ, കണ്ട മാത്രമേ തന്നെ ബലാത്സംഗം ചെയ്ത ഒരാൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൽ അതിശയോക്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ വ്യക്തമാകുന്നത്, രണ്ടാമത്തെ അതിജീവിതയുടെ പോലെ ഇവിടെ ഗർഭം അലസിപ്പിച്ചിട്ടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ ടെൻഷനൊക്കെ തുടർന്ന് ഗർഭം അലസി. പക്ഷേ ഭ്രൂണം ആ പെൺകുട്ടി തെളിവായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് വളരെ പർപ്പസ്ഫുള്ളി ആയിരുന്നോ എന്ന കാര്യം നമുക്ക് സംശയമുണ്ട്. കാരണം ഭ്രൂണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടിയാകും. കാരണം എന്തായാലും DNA ടെസ്റ്റ് നടത്തും. അലസിപ്പോയ ഗർഭത്തിൻ്റെ ഭ്രൂണം ആ പെൺകുട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടികൾക്ക് വിധേയനായി വരേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സ്ഥിരം പല്ലവി പോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. പരിഹാരത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി സാമൂഹ്യ മാധ്യമങ്ങൾ ബന്ധപ്പെടുന്നു.
അതിനുശേഷം പ്രണയമാകുന്നു, പിന്നീട് സ്വകാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഹോട്ടലിലോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നല്ല. ഈ നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇനി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ല, അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചാലും ഹോട്ടൽ മുറിയിലേക്ക് പോകുന്ന ഒരു പ്രവണത അത് യുവതികൾക്ക് നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വീക്ഷണം. അത് ഏതു പാർട്ടിക്കാരനായാലും, പിന്നെ CPM കാരനല്ല, DYFI കാരനല്ല, കോൺഗ്രസ്സുകാരൻ വിളിച്ചാലും പോകുന്ന ഒരു കാര്യം ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും രാഹുലിൻ്റെ അറസ്റ്റ് അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ അടുത്ത സാധ്യതകൾ, നിയമസഭാ സാധ്യതകൾ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി വലിയ രീതിയിൽ അഭിപ്രായം നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായ വാർത്ത. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസരത്തിൽ ആ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം നിഷേധിക്കുന്നില്ല. പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധം പുലർത്തി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പ്രത്യേകിച്ചും ആ പെൺകുട്ടി സാമ്പത്തിക സഹായം നൽകിയതിൻ്റെ തെളിവുകളുണ്ട്, പൈസ അക്കൗണ്ടിലോട്ട് കൈമാറിയതിൻ്റെ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ ഇപ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിക്കുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ